എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പതഞ്ജലി യോഗാസനത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രാണായാമമാണ് നാഡിശുദ്ധി പ്രാണായാമം അല്ലെങ്കിൽ അനുലോമ വിലോമ പ്രാണായാമം. ഇത് മുമ്പ് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു, പക്ഷെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത് ചെയ്യാമെന്നുള്ളതാണ്. അത്രയും ഗുണപ്രദമായിട്ടുള്ള ഒരു പ്രാണായാമമാണിത്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് വേണ്ടത് സുഖാസനത്തിൽ ഇരിക്കുക. അപ്പോൾ നമുക്ക് സുഖാസനം എന്ന് പറയുമ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ ഒരു വേദനയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ, അപ്പം അങ്ങനെ ശരിക്ക് പത്മാസനത്തിൽ ഇരിക്കാം. കാല് കയറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ അർദ്ധപത്മാസനത്തിന് ഇരിക്കാം. പിന്നെ സുഖാസനം എന്ന് വെച്ചാൽ വെറുതെ ചമ്രം പടിഞ്ഞിരിക്കണ ഇതിലിരിക്കാൻ പറ്റും. പിന്നെ വജ്രാസനം, കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ നമ്മൾ വജ്രാസനത്തിൽ ഇരുന്ന് ചെയ്യാം. വജ്രാസനം അപ്പോൾ നമ്മുടെ ശരീരം വജ്രം പോലെ ആവുന്നില്ല. അപ്പോൾ വജ്രാസനം നമുക്ക് കാലിങ്ങനെ മടക്കി വയ്ക്കുക, കൈ ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഇനി സുഖമായിട്ട് ഇരുന്നതിന് ശേഷം ഒരു കൈ ഫ്രീ ആയിട്ട് ഇടത് കയ്യിൽ വെക്കുക, ഇടത് കാലിൽ വെറുതെ ഫ്രീ ആയിട്ട് വെക്കുക. വലത് കൈയിൻ്റെ ഈ രണ്ട് വിരലുകളാണ് നമ്മൾ ഉപയോഗിക്കുക, ഈ മോതിര വിരലും പിന്നെ തള്ള വിരലും. ബാക്കിയുള്ള വിരലുകളിനെ മടക്കി വയ്ക്കാം. എന്നിട്ട് രണ്ട് തുളകൾ മൂക്കിന്, അപ്പോൾ ആദ്യം തന്നെ വലത് മൂക്കിനെ അടച്ചു പിടിക്കണം. ഇടത് മൂക്കിലൂടെ ശ്വാസം സാവകാശം ഉള്ളോട്ട് കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വയ്ക്കുക. പിന്നെ വലത് മൂക്കിലൂടെ പുറത്തോട്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം സാധാരണഗതിയിൽ ഒരു കൗണ്ട് ഉണ്ട് അതിന്. അതുകുറിച്ച് അഡ്വാൻസ് ആയിട്ടാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമ്മൾ 4 എന്ന് എണ്ണുന്നവരെ 1 2 3 4 ഇൻ, പിന്നെ ഹോൾഡ് ചെയ്യണമെന്ന് പ്രശ്നമില്ല, പക്ഷേ ഹോൾഡ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 4 വരെ ഹോൾഡ് ചെയ്യുക, 1 2 3 4. പിന്നെ 4 അല്ലെങ്കിൽ 6 എന്ന എണ്ണുന്നത് വരെയുള്ള സമയം കൊണ്ട് പുറത്തേക്ക് എക്സൈൽ ചെയ്യുക. അതാണ് ഏറ്റവും വേണ്ടത്. അപ്പോൾ ആദ്യം തുടക്കത്തിൽ ഒരു 5 മിനിറ്റൊക്കെ ചെയ്താൽ മതി. 5 മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 16 പ്രാവശ്യമൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടും. പിന്നെ അത് കൂട്ടിയിട്ട് ഒരു 10 മിനിറ്റൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഏറ്റവും നല്ലതാണ്, കാരണം വളരെ ശരീരത്തിന് നമ്മളെ ഓർമ്മശക്തി കൂട്ടാനും നമ്മളെ ലങ്സിൻ്റെ വൈറ്റൽ കപ്പാസിറ്റി കൂട്ടാനും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കൂട്ടാനും വളരെ ഉത്തമമായിട്ടുള്ള ഒരു പ്രാണായാമമാണ് നാഡിശുദ്ധി പ്രാണായാമം. പേര് പോലെ തന്നെ സർവ്വനാഡികൾക്കും ഒരു ശുദ്ധി ലഭിക്കുന്നതിനും ഇത് വളരെ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് ഡു ഇറ്റ് ഇൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ അതിൻ്റെ ഗുണം നിങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുക. ഒരു ദിവസമോ 2 ദിവസം കൊണ്ടൊന്നും ഗുണം കിട്ടില്ല, എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒന്നും കൂടി ചെയ്യേണ്ട റൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം. കൈ ഫ്രീ ആയിട്ട് വെക്കണു. പിന്നെ ഈ 2 വിരലാണ് ഉപയോഗിക്കുന്നത്. ഇനി മടക്കാൻ ബുദ്ധിമുട്ടെങ്കിൽ ഫ്രീ ആയിട്ട് എന്നാലും ഈ 2 വിരൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. വലത് മൂക്ക് പൊത്തി പിടിക്കുന്നു, ഇടത് മൂക്കിലൂടെ ശ്വാസം ഉള്ളോട്ട്. 1 2 3 4 ഹോൾഡ്. വലത് മൂക്കിലൂടെ 1 2 3 4 സമയം കൊണ്ട് പുറത്തേക്ക്. പിന്നെ വലത് മൂക്കിലൂടെ ഉള്ളിലേക്ക്. ഹോൾഡ്, എക്സെയിൽ. രണ്ട് മൂക്കിലൂടെയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു റൗണ്ടായി. പിന്നെ വീണ്ടും അതേ തന്നെ ആവർത്തിക്കുക. ഹോൾഡ്, എക്സെയിൽ. ഇതാണ് റൗണ്ടാണ്. അപ്പം അങ്ങനെ 5 മിനിറ്റ് സമയം കൊണ്ട് നമുക്കൊരു 16 18 വരെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെ സുഖാസനത്തിൽ ഇരിക്കുമ്പോൾ നട്ടൽ എപ്പോഴും നിവർന്നിരിക്കണം. പിന്നെ ഒരു പ്ലസൻറ്റ് മൈൻഡോടുകൂടി ചെയ്യുക. പിന്നെ വേറൊരു കാര്യം വേണമെങ്കിൽ ചെയ്യാനുള്ളത് സോഹം എന്ന സാധനം ഉപയോഗിക്കുക. ഇൻഹേൽ ചെയ്യുമ്പം മനസ്സിൽ പറയുക, സോ പറയുക. എക്സേൽ ചെയ്യുമ്പോൾ ഹം
പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല, മനസ്സിലേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സോ എന്ന് പറയും. പുറത്തേക്ക് വിടുമ്പോൾ ഹം. സോ ഹം പ്രാക്ടീസ് ചെയ്യാം. അതിനോട് കൂടെ തന്നെ ഒരു ചിന്തയും കൂടി കൊണ്ടുവന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ ഇൻഹെയിൽ ചെയ്യുമ്പോൾ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി ആൻഡ് ഐ ആം ഹാപ്പി. അപ്പോൾ ഈ ഒരു മെസ്സേജും കൂടി ഉള്ളിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ എക്സെയിൽ ചെയ്യുമ്പം നമ്മളെ നെഗറ്റീവ്സ് എല്ലാം പോകുന്നു, എല്ലാം പുറത്തേക്ക് പോകുന്നു. എനിക്ക് ആരോടും വെറുപ്പില്ല, എനിക്ക് ആരോടും അസൂയയില്ല, എനിക്ക് എല്ലാവരോടും വളരെയധികം സ്നേഹമാണ്. ഇത്തരത്തിലുള്ള പോസിറ്റീവ് തിങ്കിങ്സ് നമുക്ക് ഉള്ളിലേക്ക് വരുമ്പോഴും നെഗറ്റീവ് ചിന്തകളൊക്കെ പുറത്തേക്ക് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് എക്സൈൽ ചെയ്യുമ്പോഴും ചിന്തിക്കുക. അപ്പോൾ അതും കൂടി കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, അതിന് മറുപടി തരുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു പ്രാണായാമവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ എല്ലാ പ്രോഗ്രാമുകളും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, മീറ്റ് അഗെയിൻ.